ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്ത അവസ്ഥയാണോ? ജീവിതത്തിലെ ഓരോ ചുവടുവയ്പിലും പ്രശ്നങ്ങളാണോ? മുന്നേറാൻ പറ്റാതെ ഏതോ ഒരു ദുഷ്ടശക്തി പിന്നിലേക്ക് തള്ളിവിടുന്ന അനുഭവമാണോ നിങ്ങൾക്ക്? എത്ര കാലമായി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്കും മറുപടിയില്ലാത്ത അവസ്ഥയാണോ? നമ്മുടെ പ്രാർത്ഥന ഈശോ കേൾക്കുന്നുണ്ടോ എന്ന സംശയം ഹൃദയത്തിൽ വിങ്ങുന്ന ഒരവസ്ഥ. ഇതെല്ലാമാണ് ലോകത്തിൽ മനുഷ്യരുടെ ഇന്നത്തെ അവസ്ഥകൾ. സംശയിക്കേണ്ട, നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ വേദനകൾക്ക് ഉത്തരം തന്ന് നമ്മെ ഉയർത്തും. നമ്മുടെ കണ്ണുനീർ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, അവിടുത്തെ ഹിതമനുസരിച്ച് നമ്മുടെ നന്മയ്ക്കായി എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തും. നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പടവെട്ടേണ്ടത്. അന്ധകാര ശക്തികളോടാണ്, തിന്മകളോടാണ്. നമ്മളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന അന്ധകാര ശക്തികളെ, തിന്മകളെ പ്രാർത്ഥിച്ച് ആട്ടി അകറ്റണം. ഞങ്ങളുടെ ഹൃദയവിചാരങ്ങൾ സ്വർഗത്തിലിരുന്ന് അറിയുന്ന പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. സകലതും പുതിയതായി മാറ്റാൻ സാധിക്കുന്ന കർത്താവേ, നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ ദുഃഖം അങ്ങ് കാണണമേ. പ്രശ്നങ്ങളെല്ലാം മാറി സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന നിമിഷത്തിൽ തന്നെ അത് നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള പൈശാചിക കുരുക്കുകളെ അഴിച്ചു കളയണമേ. ഈ അവസ്ഥയിൽ വേദനിക്കുന്ന മക്കളെ ആശ്വസിപ്പിക്കണമേ. കർത്താവെ, അങ്ങയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ നിലവിളി കേൾക്കണമേ. ഞങ്ങൾക്കായി അങ്ങ് കരുതി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ദുഷ്ടാരൂപിയെ തകർക്കണമേ. തലമുറകളായി ഞങ്ങളുടെ കുടുംബത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശാപപാപ ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. തടസ്സപ്പെട്ട അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. വിശ്വാസവും വിജയവും നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. സ്വർഗം തുറന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടട്ടെ. അങ്ങ് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടും അത് അനുഭവിക്കാൻ സാധിക്കാതെ സാത്താൻ കുഴിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മക്കൾ ഈ ഭൂമിയിലുണ്ട്. അവരുടെ കണ്ണുനീർ തുടച്ച് അനുഗ്രഹങ്ങൾ വർഷിക്കണമേ. ആമേൻ.